ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആനാടിന് തൊട്ടടുത്ത് ശോഭന കുമാരി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീടിൻ്റെ അടുത്താണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോഴും മനസ്സിലാവും, ഒരു ജമന്തി പാടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ വീട്ടുവളപ്പിൽ ചെയ്ത ഒരു ജമന്തി തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീടിൻ്റെ സൈഡിൽ തന്നെ കുറേ ജമന്തി നമ്മളിപ്പോൾ സർക്കാർ കൊടുക്കുന്ന ആ ഒരു രീതിയിലുള്ള ജമന്തി തൈകൾ വാങ്ങിച്ച് നട്ട് ഈ രീതിയിൽ സുന്ദരമാക്കി നട്ടിട്ടുണ്ട്. ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മളെ എപ്പിസോഡിൽ തന്നെ ഇതിപ്പോൾ മൂന്നാമത്തെ ജമന്തി പാടമാണ്. ഈ പ്രാവശ്യത്തെ മൂന്നാമത്തെ ജമന്തി പാടമാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ശോഭന മനസ്സിന് സന്തോഷം. കൃഷിഭവനിൽ നിന്ന് തന്നെ കുറച്ച് 400 തൈകൾ തന്നു. അപ്പോൾ ചെറിയ 1.25 രൂപയുള്ളൂ, ബാക്കി സബ്സിഡിയിൽ നമുക്ക് തന്നു. പിന്നെ കൃഷി ഓഫീസറെ വളരെ സപ്പോർട്ടും അവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ നല്ല സപ്പോർട്ടുണ്ട്. അവർ വന്നാണ് എല്ലാ രീതികളെല്ലാം പറഞ്ഞു തന്നു, വളം ചെയ്യുന്നതും എല്ലാം പറഞ്ഞു തന്ന് ആ രീതിയിലൊക്കെ നട്ടു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിന് ചെറിയ അസുഖങ്ങൾ വന്നു, അതിനെ ചികിത്സ ചെയ്തു. പിന്നീട് ഇപ്പോൾ കാലാവസ്ഥയാണ് നമ്മളെ ചതിച്ചത്. മഴ പെയ്തപ്പം കുറേ പൂവുകൾ നഷ്ടം വരുന്നു, അഴുകി പോകുന്നുണ്ട്. പിന്നെ വയനാട് ദുരന്തമൊക്കെ വന്നപ്പം ഒരിടത്തും ഓണാഘോഷമൊന്നുമില്ല, അത്തപ്പ് വിടലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് തിരിച്ചടിച്ചു. അങ്ങനെ ഒരു പരാജയമാണ് ഇപ്പോൾ ഇതാ 400 തൈ നട്ടു. ജൂലൈ 1-ാം തീയതിയാണ് നട്ടത്. അതെ, അത് തൊട്ട് വളരെ ശുശ്രൂഷ നടത്തിക്കൊണ്ട് വളമെല്ലാം ചെയ്തു. ആദ്യം യൂറിയ ഇട്ടു, ആദ്യം ചാണകപ്പൊടിയൊക്കെ ഇട്ടാണ് നട്ടത്. പിന്നെ ഒന്ന് യൂറിയ ഇട്ടു. പിന്നെ വാട്ടരോഗം വന്നപ്പോൾ അതിനുള്ള COC എന്ന് പറഞ്ഞ് കൃഷി ഓഫീസർ തന്നെ ഒരു മരുന്ന് തന്നു, അതൊക്കെ ചെയ്തു. എന്നിട്ട് ഈ മഴ കൂടുതൽ, ഇതിന് മഴ കൂടാ. വേനലായിരുന്നെങ്കിൽ ഇത്രയും വരില്ല, നമുക്ക് നല്ല ലാഭം ഉണ്ടായേനെ. പക്ഷേ പച്ചക്കറിയൊക്കെ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. എല്ലാം ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. അതെ, രാവിലെ എഴുന്നേറ്റ് ഇതിലോട്ടൊന്ന് നോക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം. അങ്ങനെ വരുന്നുണ്ട്, കാണാൻ വരുന്നുണ്ട്. വിപണന സാധ്യത ഇനി അത്തത്തിൻ്റെ അന്ന് തൊട്ട് ഒരു മേശ എടുത്തിട്ട് വീട്ടിൻ്റെ മുൻവശത്ത് പറിച്ച് വെച്ച് ഒരു കിറ്റിലിട്ട് 1/2 കിലോ 1 കിലോ വീതം കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, പൂക്കടക്കാരൊന്നും എടുക്കുന്നില്ല. പൂക്കടയിൽ തമിഴ്നാട്ടിലെ തോവാളപ്പൂ വരുന്നതുകൊണ്ട് നമ്മളേന്ന് എടുക്കുന്നില്ല. അവർ കിലോ 30 രൂപ വെച്ചൊക്കെയാണ് തരാമെന്ന് പറഞ്ഞത്. നമ്മളൊരു കിലോ വാങ്ങിക്കുകയാണെങ്കിൽ 60 രൂപയാണ്. അപ്പം ഈ ഒരു 50-60 രൂപ കിട്ടിയാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ വിൽപ്പന നടത്താം. അങ്ങനെയാണ് ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്തം തൊട്ട് അങ്ങനെ വിൽപ്പന ചെയ്യാം. ഇനി അടുത്ത വർഷം ചെയ്യണം. ചെയ്യണം. ഇത് മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. ലാഭത്തിനേക്കാളും ഇത് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാൻ പച്ചക്കറികളും കുറേ എൻ്റെ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുന്നുണ്ട്. ടെറസിൻ്റെ വരെയൊക്കെ ഒരുപാട് കൃഷി. ഇത് ആനാട് മണ്ഡപം, പാറയ്ക്കൽ മണ്ഡപത്തിൻ്റെ തൊട്ടടുത്താണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് ആർച്ചിരിക്കും, മണ്ഡപത്തിലോട്ട് കയറുന്ന ആർച്ച്. വീട്ടുകാർ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതെൻ്റെ കൊച്ചുമക്കളാണ് രാമനും ശങ്കരനും. അവരൊക്കെ തന്നെ ചെടിക്കൊക്കെ എല്ലാം വെള്ളം ഒഴിച്ചോളും. ഒരു പൂവൊന്നും പറിച്ച് കളയില്ല, സപ്പോർട്ടാണ്. ഇങ്ങനെയുള്ള കൃഷികൾ എല്ലാവരും മുന്നോട്ടൊക്കെ ഇറങ്ങി. പക്ഷേ നമുക്കിങ്ങനെ ഈ കാലാവസ്ഥയും വന്ന് വയനാട് ദുരന്തമാണ് ഒരു പരാജയം വന്നത്. ഇല്ലെങ്കിൽ പൂവൊക്കെ നല്ല രീതിയിൽ, കഴിഞ്ഞ വർഷമൊക്കെ 1 കിലോ പൂവിന് 200 രൂപ ഉണ്ടായിരുന്നു ഓണ സമയത്ത്. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ഇപ്പോൾ ആനാട് എല്ലാ പഞ്ചായത്തിലും കൃഷിഭവൻ്റെ കീഴിൽ കൃഷിഭവനിൽ പൂവനി എന്നും പറഞ്ഞൊരു പദ്ധതിയാണ് സർക്കാരിൻ്റെ രീതി. ആ രീതിയിലുള്ള കൃഷിയാണിത്. പൂവനി പദ്ധതിയുടെ കീഴിലാണ് ഇതെല്ലാവരും ചെയ്യുന്നത്. എല്ലാ വാർഡിലും ഉണ്ട്. സ്ത്രീകൾക്ക് സ്വയം തൊഴിലെന്നുള്ളതിലാണ് കൃഷിഭവനിൽ നിന്ന് കൊടുക്കുന്നത്. അല്ല, അടുത്ത വർഷവും ചെയ്യണം എന്ന് താല്പര്യം. അല്ല, നഷ്ടമായാലും ചെയ്യണം. ഇത് മനസ്സിന് ഭയങ്കര ഒരു കുളിർമയും സന്തോഷമാണ്. 3 സ്ഥലത്ത് നമുക്ക് ഇവർ കോമണായിട്ട് പറഞ്ഞ കാര്യം, വിത്ത് ഇട്ട് നട്ടു, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ആൾക്കാർ വന്ന് കാണുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ വിപണന രീതിയും കൂടെ അവർ വളരെ കഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓണപരിപാടികൾ അനൗൺസ് ചെയ്തിട്ടില്ല, ഓണം ഇല്ല, അല്ലെങ്കിൽ ഓണത്തിൻ്റെ പരിപാടികളൊന്നും ആഘോഷ പരിപാടികളൊന്നും ഇല്ല എന്നാണ് അനൗൺസ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ വയനാട്ടിലത്തെ കാര്യം, ഈ 2 കാര്യങ്ങൾ വെച്ചിട്ട് ഓണത്തിൻ്റെ ആഘോഷ പരിപാടികളൊക്കെ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അത് കാരണം അല്ലെങ്കിൽ ഈ പൂവ്
വിൽക്കുന്ന കാര്യത്തിൽ ഈ ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതാണെങ്കിലും വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ പൂ പറിച്ച് വയ്ക്കാം എന്നുള്ള തീരുമാനമാണ് ആ ചേച്ചി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടെ നമ്മൾ ചെറുകിട അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലുള്ള കൃഷി ചെയ്ത് ഇത്ര വിജയകരമായിട്ട് ചെയ്തിട്ട് എക്സ്പീരിയൻസോ ഒന്നും കാണത്തില്ല. എന്തായിരുന്നാലും ചെയ്ത് ഇത്രയും വിജയകരമായിട്ട് കൃഷി ചെയ്ത് അവർ താല്പര്യം കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ കൂടെ ചെറുകിടമായിട്ടുള്ള കടകളൊക്കെ നടത്തുന്ന ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്ത് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒന്നും കൂടെ ഹാപ്പിയാവും. ഇനി വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും വലുതായിട്ട് അവരും കൂടെ നമ്മുടെ നാട്ടിൽ തന്നെ, തമിഴ്നാട്ടിലോ അങ്ങോ പോയി എടുക്കാണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള പൂക്കൃഷിയൊക്കെ വളരെ അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം കൂടെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ നമ്മൾ ഒരുപാട് ഇതുപോലെ തോട്ടങ്ങൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ ഇത് നെടുമങ്ങാട് പോയി, അതുപോലെ തന്നെ വിതുര സൈഡ് ഇരുത്തലമൂല പോയി, ഇതിപ്പോൾ ആനാട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കൃഷി തോട്ടങ്ങളുണ്ട്. ഇതിൻ്റെ ചെറിയ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇവരെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള വിശേഷങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്തൊരു വിശേഷമായിട്ട് കാണാം. ബൈ.